ഹരേ കൃഷ്ണ. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളിലാണ് ഇവിടെ കാണുന്ന സർവ്വതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും അത് പരമാത്മാവിൽ നിന്നും ഉണ്ടായതാണെന്നും അതെല്ലാം പരമാത്മാവിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അതിനാൽ ഇവിടെ കാണുന്നതെല്ലാം പരമാത്മാവല്ലാതെ മറ്റൊന്നുമല്ല, എല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിക്കുന്ന തത്വമായിരുന്നു വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ സ്ഥൂലം എന്താണെന്ന് പറഞ്ഞു, സൂക്ഷ്മം എന്താണെന്ന് പറഞ്ഞു, കാരണം എന്താണെന്ന് പറഞ്ഞു. ഇതിൽ പരമാത്മാവ് ഇതിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. സൂക്ഷ്മ ശരീരമുണ്ടായിരിക്കുന്നത് സ്ഥൂല ശരീരമുണ്ടായിരിക്കുന്നത് അന്നത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അന്നം ഉണ്ടാകുന്നത്, ആഹാരമുണ്ടാകുന്നത് ആഹാരത്തിലൂടെയാണ് ഓരോ ശരീരത്തെയും സൃഷ്ടിക്കപ്പെടുന്നത്. ആ ആഹാരം ഉണ്ടാകണമെങ്കിൽ സസ്യങ്ങൾക്ക് എന്ത് വേണം? ജലം വേണം. ജലം ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ജലത്തിൻ്റെ സൂക്ഷ്മ തത്വമാണ് തേജസ്. തേജസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ തേജസ്. ആ തേജസ്, സൂര്യന് തേജസ് കൊടുത്തത് ആരാണ് എന്ന് നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകും. അതാണ് അനാദികാലം മുതൽ ഇവിടെയുണ്ടായിരുന്ന, അന്തമില്ലാത്ത ആദി മുതൽ ഇവിടെയുണ്ടായിരുന്ന ആ സത്തിൽ നിന്നാണ് ഓരോന്നിനും പ്രവർത്തിക്കുവാനുള്ള, ഓരോന്നിൻ്റെയും ആ ശരിയായ തത്വം ഓരോ ജീവജാലങ്ങൾക്കും ആദ്യമായി ലഭിച്ചത്. സൂര്യന് ചൂടും വെളിച്ചവും കൊടുത്തത്, ചന്ദ്രന് കുളിർമ കൊടുത്തത്, മനുഷ്യർക്ക് മനുഷ്യത്വം കൊടുത്തത്, മൃഗത്തിന് മൃഗീയത കൊടുത്തത്, പർവ്വതത്തിന് കാഠിന്യം കൊടുത്തത്, മണലിന് ആ സോഫ്റ്റ്നെസ് കൊടുത്തത്, ജലത്തിന് ആ ലിക്വിഡിറ്റി കൊടുത്തത്, ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങൾ, വൃക്ഷങ്ങൾക്കും പക്ഷികൾക്കും ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങൾ കൊടുത്തത് ഇവിടെ ആദിയില്ലാത്ത, അന്തമില്ലാത്ത ആ അനാദിയിലുണ്ടായ സത്തിൽ നിന്നാണ് ഓരോന്നും അതാതിൻ്റെ രൂപം പ്രാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇതെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ സത്തിന് ഉൽപ്പത്തിയില്ല, അതിന് നാശമില്ല, അത് സകല അറിവിൻ്റെയും മൂലകാരണമാണ്. നാം ഇവിടെ ഇന്ന് ചെയ്തു കൂട്ടുന്ന അറിവുകൾ, പൂർവികർ നമുക്ക് സമ്മാനിച്ചിട്ട് പോയ അറിവുകൾ, ഇനിയും മുന്നിലേക്ക് കുതിക്കുന്ന ശാസ്ത്രയുഗത്തിൻ്റെ അറിവുകൾ, ഈ അറിവുകളൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നല്ലേ വന്നത്? ഈ മനുഷ്യൻ എവിടെ നിന്നുണ്ടായി എന്നാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ സ്ഥൂലരൂപം എന്താണ്? ആഹാരത്തിൽ നിന്നുണ്ടായി. അതിനിരിക്കുന്ന സൂക്ഷ്മരൂപം എന്താണ്? സൂക്ഷ്മരൂപമാണ് ഇവിടെ അനാദിയിൽ ഉണ്ടായ സത്താണ് ഓരോ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മരൂപം. ആ സത്താണ് എല്ലാ അറിവിൻ്റെയും ഉറവിടം. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ അറിവുണ്ടോ മനുഷ്യൻ നേടിയ ആ അറിവിൻ്റെ എല്ലാം ഉറവിടം ആ സത്താണ് എന്ന് കരുതി അറിവ് ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ മനുഷ്യനും, അല്ലെ ഓരോ ശാസ്ത്രജ്ഞനും, ഓരോ മഹർഷിയും, ഓരോരുത്തരും അവനവൻ്റെ ഗ്രഹണ പാഠവത്വം കൊണ്ട് നേടിയെടുത്ത അറിവ് മാത്രമേ അവനവൻ മനുഷ്യരാശിക്ക് സമ്മാനിച്ചിട്ടുള്ളൂ. അതിനുപരിയാണ് ഈ സത്ത്, അനാദിയിലുണ്ടായ സത്തിലിരിക്കുന്ന എല്ലാ അറിവുകളും അതിലും കൂടുതലാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ, യഥാർത്ഥത്തിൽ ഭഗവാനെ അറിഞ്ഞവൻ ആരുമില്ല എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന, നമുക്ക് അനുഭവിക്കാവുന്ന, നമുക്ക് ഉൾക്കൊള്ളാവുന്ന, നമുക്ക് നേടാവുന്ന മാത്രം കാര്യങ്ങളാണ് ബ്രഹ്മത്തെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കുന്നത്. നാം അത് നേടുന്നതിനിടയിൽ നമ്മുടെ കർമ്മം തീരുകയും നാം ഈ ശരീരം വിട്ടുപോവുകയും അടുത്ത കർമ്മഫലം, കാരണശരീരം എന്താണോ നാം ഇവിടെ കാണിച്ചു കൂട്ടിയത് അതിൻ്റെ ഫലമായിട്ടുള്ള കാരണരൂപം സ്വീകരിച്ചു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കുറച്ച് കാലഘട്ടങ്ങൾ ഈ രൂപത്തിൽ, ഈ പേരിൽ, ഈ ശരീരത്തിൽ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കഴിവ് എന്നൊക്കെ തിരിച്ചറിയുവാൻ വേണ്ടി നാം വിനിയോഗിക്കണം. അപ്പോൾ ആ ശരീരം എന്താണെന്ന് നാം പറഞ്ഞു. ശരീരത്തിൽ ഇരുന്ന് നമ്മളെ കൊണ്ട് ഈ കാരണങ്ങളൊക്കെ ചിന്തിപ്പിക്കുന്ന ഓരോന്നിനെയും, ഈ ഭൗതികത്തിൽ ഇരുന്നു കൊണ്ട് നാം ഈ ഡോക്ടറാണ്, വക്കീലാണ്,
മന്ത്രിയാണ്, അല്ലെങ്കിൽ പൈലറ്റാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നു, അച്ഛനാണ്, അമ്മയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നാം അഭിമാനപ്പെടുകയല്ലേ ഓരോന്നിനെക്കുറിച്ചും. ഞാൻ നേടിയെടുത്തതാണ് ഇത്രയും, എൻ്റെ നേട്ടങ്ങളാണിത്, അല്ലെങ്കിൽ എൻ്റെ പരാജയമാണിതൊക്കെ എന്നൊക്കെ നമ്മളിങ്ങനെ അഭിമാനിക്കുകയും സുഖിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആ മനസ്സ്, അത് ഈ ഭൗതിക ശരീരത്തിനുള്ളിലുള്ള ഒരു സംഭവമാണ്. ശരീരം ദൃഢപ്പെട്ടാലേ മനസ്സും ദൃഢപ്പെടുകയുള്ളൂ എന്ന് സാരം. ശരീര സംബന്ധിയാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സുണ്ടാകുന്നത് എവിടെ നിന്നാണ്? അന്നത്തിൽ നിന്ന് തന്നെ, ആഹാരത്തിൽ നിന്ന് തന്നെ. ആഹാരം നന്നായി കഴിച്ചാൽ മാത്രമേ ആരോഗ്യമുണ്ടാവുകയുള്ളൂ. ആരോഗ്യമുണ്ടാകുന്ന ഒരു ശരീരത്തിൽ മാത്രമേ പുഷ്ടിയുള്ള ഒരു മനസ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഊർജം എവിടെ നിന്ന് ലഭിക്കുന്നു? അന്നത്തിൽ നിന്ന് ലഭിക്കുന്നു. അന്നം എവിടെ നിന്ന് ലഭിക്കുന്നു? ജലത്തിൽ നിന്ന് ലഭിക്കുന്നു. ജലം എവിടെ നിന്ന് ലഭിക്കുന്നു? തേജസ്സിൽ നിന്ന് ലഭിക്കുന്നു. തേജസ് എവിടെ നിന്നുണ്ടായി? അനാദിയിലുണ്ടായ സത്തിൽ നിന്നുണ്ടായി. ഇപ്പോൾ ക്ലിയറായി കാണുമല്ലോ. അപ്പോൾ ഈ മനസ്സിന് ശരീരത്തെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി പുഷ്ടിപ്പെടുവാൻ സാധ്യമല്ല. കാരണം ഈ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ആർജിക്കുന്ന അറിവുകളിലൂടെയാണ് ഈ മനസ്സ് ശരീരത്തിനുള്ളിൽ ഇങ്ങനെ പരുവപ്പെടുത്തി വരുന്നത്. അപ്പോൾ ശരീരത്തിനെ ആശ്രയിക്കാതെ മനസ്സെന്ന് പറയുന്ന സംഭവത്തിന് സ്വതന്ത്രമായി പുഷ്ടിപ്പെടുവാൻ സാധ്യമല്ല. മനസ്സിന് സ്വതന്ത്രമായ ഒരു സത്തയില്ല. ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശം പരിണമിച്ചിട്ടുണ്ടാകുന്ന ആ മനസ്സാണ്. അതിന് ആഹാര സംബന്ധിയായ ക്ഷീണവും പുഷ്ടിയും വരാം. ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശം പരിണമിച്ചിട്ടുണ്ടാകുന്നതല്ലേ നമ്മുടെ മനസ്സ്. ആഹാരം കഴിക്കുന്നു, അത് നമ്മുടെ ജീവൽ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു, രക്തമായി മാറുന്നു. ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മ അംശം ആണ് രക്തത്തിൽ കലരുന്നു. അത് നമ്മളുടെ ചിന്തകളായി സ്വഭാവങ്ങളായി പരിണമിക്കുന്നു. ആ ചിന്തകളാണ്, സ്വഭാവങ്ങളാണ് നമ്മുടെ മനസ്സായി മാറുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ആ തത്വം എന്താണ്? മനസ്സിൻ്റെ നാം കഴിക്കുന്ന ആഹാരം, അതായത് നമ്മുടെ ഭൗതിക ശരീരം, അതിൽ കഴിക്കുന്ന ശുദ്ധിയുള്ള വൃത്തിയുള്ള ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ ശുദ്ധിയുള്ള ചിന്തകൾ, സത്തായിട്ടുള്ള ആലോചനകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ മനസ്സുണ്ടാകുന്നതും എവിടെ നിന്നാണ്? ആഹാരത്തിൽ നിന്നാണെന്ന് സാരം. അപ്പോൾ ആഹാര സംബന്ധിയായിട്ടുള്ള ക്ഷീണവും വരാം, പുഷ്ടിയും വരാം മനസ്സിന്. ആഹാരം കഴിക്കാതെ തളർന്നിരിക്കുന്ന ശരീരത്തിൽ ക്ഷീണിതമായ ഒരു മനസ്സായിരിക്കും. ആരോഗ്യം ഉള്ള ശരീരത്തിൽ പുഷ്ടിയുള്ള മനസ്സ് രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ആഹാരമില്ലാതെ ശരീരം ക്ഷീണിക്കപ്പെടുമ്പോൾ മനസ്സ് തളർന്നു പോകുന്നത്. അങ്ങനെ തളർന്നു പോയ മനസ്സിന് നല്ല ബുദ്ധി ഉണ്ടാകുമോ? ബുദ്ധി ശരിയായി പ്രവർത്തിക്കത്തില്ല. അപ്പോൾ നമ്മളിരിക്കുന്ന അറിവ് എന്ത് ചെയ്യും? അറിവും സൂക്ഷ്മ തത്വത്തിലേക്ക്, നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മഭാവത്തിലേക്ക് അറിവിനെ മാറ്റപ്പെടും. കാരണം അറിവ് നഷ്ടപ്പെടുന്നില്ല എപ്പോഴും. നമ്മളിരിക്കുന്ന ഈ സത്ത് എന്ന് പറയുന്ന ആത്മശക്തിയിൽ അനാദിയിലുണ്ടായ സർവ്വ അറിവുകളും അതിലുണ്ട്. എല്ലാ അറിവിൻ്റെയും ഉറവിടമാണത്. പക്ഷേ നമ്മുടെ മനസ്സ് തളർന്നിരിക്കുമ്പോൾ, നമ്മുടെ ശരീരം തളരുമ്പോൾ മനസ്സ് ശുഷ്കമായി മാറുകയും ഈ ബ്രഹ്മത്തെ ഉള്ള മുഴുവൻ അറിവുകളും നമ്മുടെ ഉള്ളിലേക്ക് സൂക്ഷ്മമായിട്ട് അടങ്ങുകയും ചെയ്യുന്നു. വീണ്ടും അത് സ്ഥൂലമായി പ്രകടമാകുന്നില്ലെന്നേ ഉള്ളൂ. സൂക്ഷ്മത്തിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുകയാണ്. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം എപ്പോഴാണോ കുറയുന്നത്, അപ്പോൾ ബുദ്ധിയും ഓർമ്മയും എല്ലാം കുറയുക തന്നെ ചെയ്യും. എപ്പോഴാണോ ശരീരം ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഓർമ്മയും ബുദ്ധിയുമൊക്കെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സൂക്ഷ്മതത്വത്തിലേക്ക് നമ്മിലിരിക്കുന്ന അറിവ് ചുരുങ്ങുമ്പോൾ, വീണ്ടും മനസ്സ് പുഷ്ടിപ്പെടുമ്പോൾ ഈ സൂക്ഷ്മമായ അറിവ് വിശാലമായ തലത്തിലേക്ക് മനസ്സിലേക്ക് പ്രവേശിക്കും. എല്ലാ അറിവിൻ്റെയും മൂലകാരണം ഈ സത്ത് തന്നെയാണ്. കാരണം ഈ ബ്രഹ്മത്തിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് എന്തെല്ലാം അറിവ് ഉണ്ടോ, എന്തൊക്കെ അറിവ്, അതായത് ഓരോ അറിവും മനുഷ്യൻ അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന പരിമിതമായിട്ടുള്ള അറിവ് മാത്രമേ ഇവിടെയുള്ളൂ.
നാം അറിയുന്നുള്ളൂ. നമ്മുടെ ഓരോ മനുഷ്യ ജന്മത്തിലും നിശ്ചിതമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്നതും അറിയുന്നതും നേടുന്നതും പരിശ്രമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചുരുക്കം അറിവുകൾ മാത്രമേ നാം സ്വാംശീകരിക്കുന്നുള്ളൂ. എന്നാൽ ഈ ബ്രഹ്മതത്വത്തിൻ്റെ ഈ സത്തിൽ അടങ്ങിയിരിക്കുന്ന എന്തറിവുണ്ട്, എല്ലാ അറിവുകളും നമ്മുടെ അറിവിൻ്റെ ഉപരിയാണ്. നാം നേടുന്ന ഓരോ സയൻറ്റിസ്റ്റും ഓരോ മഹർഷിമാരും ഓരോ യോഗി വര്യന്മാരും ഓരോ അന്വേഷകരും നേടിയെടുക്കുന്ന അറിവിനും അപ്പുറത്താണ് യഥാർത്ഥത്തിലുള്ള ഈ ഉൽപ്പത്തിയുടെ യഥാർത്ഥ അറിവ്. ആ അറിവിനെക്കുറിച്ച് നമുക്കാർക്കും, മനുഷ്യർക്കാർക്കും, പൂർണ്ണമായ യോഗീശ്വരന്മാർക്ക് പോലും, യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന, പരമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ആ യോഗീശ്വരന്മാർക്ക് പോലും ഈ ബ്രഹ്മത്തിൻ്റെ, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ ആ സത്തിൻ്റെ പൂർണ്ണമായ അറിവ് ഉണ്ടാവുകയില്ല. ഓരോരുത്തരും അവനവൻ്റെ പരിധി അനുസരിച്ച്, ഇന്ദ്രിയങ്ങളുടെ പരിമിതി അനുസരിച്ചാണ് ഓരോരുത്തരും നേടുന്ന അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർ. അല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന കോടാനുകോടി ജീവജാലങ്ങളും മനുഷ്യവർഗങ്ങളും അറിവ് തേടിയാണോ ജീവിക്കുന്നത്? അല്ല. അവനവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഒരു ദിവസം ഇവിടെ നിന്ന് ശരീരം ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോൾ അറിവ് അന്വേഷിച്ചിറങ്ങി വരുന്ന അന്വേഷകർ, ശാസ്ത്രകാരന്മാർ, മഹർഷീശ്വരന്മാർ, ആത്മബോധത്തിലേക്ക് വരുന്നവർ, ഇവരെല്ലാവരും അവനവൻ്റെ പരിമിതമായ ജ്ഞാനം മാത്രം നേടുകയാണ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്, ഈ സത്തിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം നമ്മുടെയൊക്കെ അറിവിന് ഉപരിയാണ്. ഉപനിഷത്തിൻ്റെ സാരാംശങ്ങളിൽ, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മതത്വങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ആർക്ക് കഴിയും? എത്ര ജന്മങ്ങൾ മനുഷ്യജന്മം എടുത്ത് ശ്രേഷ്ഠ ജന്മമായി അറിവന്വേഷിച്ച് സത്വാന്വേഷികളായിട്ട് നടന്നാലും ഈ പൂർണ്ണമായ അറിവ് നമുക്ക് കിട്ടുകയില്ല. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയും ബ്രഹ്മത്തെ പൂർണ്ണമായി അറിയുന്നില്ല. എന്നെ പൂർണ്ണമായി അറിയുന്നവൻ ആരുമില്ല. ഏത് ജ്ഞാനിയും അവനവനെ അറിയുന്നതിലൂടെ ബ്രഹ്മത്തെ സാരാംശങ്ങൾ കുറേയൊക്കെ അവനവൻ്റെ ഭാവനയിലൂടെ ഉൾക്കൊള്ളുന്നു. എന്നാൽ യഥാർത്ഥ ബ്രഹ്മം, ആ ബ്രഹ്മജ്ഞാനം നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്താണ്. നമുക്കതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ അല്ലെ അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പറയുവാനോ ഒന്നും ഒരു യോഗ്യതയുമില്ല. അതിനുള്ള അറിവോ കഴിവോ ആർക്കുമില്ല. കാരണം മനുഷ്യരുടെയൊക്കെ ചിന്തകൾക്കും ഭാവനയ്ക്കും അന്വേഷണത്തിനും അറിവിനും അപ്പുറത്താണ് ഈ അനാദിയിലുണ്ടായ ആ സത്ത് എന്ന ഉൽപ്പത്തി. അപ്പോൾ ആ സത്ത് തന്നെയാണ് ആത്മരൂപേണ നമ്മുടെ ഉള്ളിലെല്ലാം ആത്മാവായിട്ട് സർവ്വവ്യാപിയായി ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നത്. ഇത് അഖണ്ഡമാണ്. ഇതിനെ ഖണ്ഡിക്കാൻ കഴിയുകയില്ല, ഇതിനെ വേർപെടുത്താൻ കഴിയുകയില്ല. ഇത് ആനന്ദസ്വരൂപമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വന്തം രൂപം ഈ സത്വത്തെ അറിയുക എന്നുള്ളതാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഡ്യൂട്ടി, മനുഷ്യരൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഡ്യൂട്ടിയാണ്. മരങ്ങളായും പുഴുക്കളായും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളായും ഒക്കെയോ എത്രയോ ജന്മങ്ങൾ, യുഗങ്ങൾ ജീവിച്ച് മരിച്ച് വീണ്ടും വീണ്ടും ജന്മമെടുത്തു. അവസാനം ഞാൻ ആരാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ ഭാഗമാണ് ഞാൻ, ഈ രൂപത്തിൽ ഞാൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, ഈ രൂപം എടുക്കാൻ എനിക്ക് കാരണം എന്താണ്? ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് മനുഷ്യജന്മം കിട്ടുമ്പോൾ ചെയ്യേണ്ടത്. അതാണോ നാം ചെയ്യുന്നത്? നാം അപ്പോഴും ആ രൂപം എടുത്ത് ആ പേരിൽ, ആ രൂപത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഒക്കെ വ്യാപരിച്ച് നാം ആരാണെന്നറിയാതെ അപ്പോൾ കാണുന്നതെല്ലാമാണ് നാം എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ആണ് അത് കാരണരൂപമായി മാറി അടുത്ത ജന്മത്തിനുള്ള കാരണമാകുന്നത്. ഏത് ജന്മവും സ്വീകരിക്കാം, മനുഷ്യജന്മം ഉൾപ്പെടെ. അതാണ് കാരണശരീരം. അപ്പോൾ
ഈ സ്വരൂപത്തെ, നമ്മുടെ സ്വന്തം സ്വരൂപത്തെ അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ആത്മജ്ഞാനിയായി മാറുന്നവൻ. അപ്പോൾ ആ സ്വരൂപത്തെ അറിയുന്നവന് ആനന്ദ അനുഭൂതി ഉണ്ടാവും. ആ ആനന്ദ അനുഭൂതിയിൽ ലയിച്ച് ആത്മാവും സത്തുമായി, ഈ ആനന്ദ അനുഭൂതിയിൽ ലയിച്ച് ആത്മാവും, നമ്മളിരിക്കുന്ന ആത്മാവും ആ യഥാർത്ഥ അനാദിയിലുണ്ടായ ആ സത്തുമായി പൂർണ്ണമായി ലയിക്കുമ്പോഴാണ്, ഏകീഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സുഖം അറിയുന്നത്. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആ ആത്മസത്ത നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. നാം അത് തിരിച്ചറിഞ്ഞ് ആ ആത്മസത്തയുടെ സുഖം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആനന്ദമുണ്ടാകുന്നത്. ഈ ആനന്ദം എന്ന് പറയുന്നത് നാം ഇവിടെ ഈ ഭൂമിയിൽ കാണുന്ന, ലഭിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടിയെടുക്കുന്ന ആനന്ദമല്ല. അതിന് ഇന്ദ്രിയങ്ങളിലൂടെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു ആനന്ദം ലഭിക്കണമെങ്കിൽ അതിന് ഏതെങ്കിലും കാരണം വേണം, വ്യക്തി വേണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യകാരണങ്ങൾ വേണം അതിന് അങ്ങനെ ഒരു ആനന്ദം നേടിയെടുക്കണമെങ്കിൽ. എന്നാൽ ഈ പരമാനന്ദം, അതായത് നമ്മളിരിക്കുന്ന ഈ ആത്മാവും അനാദിയിലുണ്ടായ ഈ സത്തും, സത്ത് എന്ന് വെച്ചാൽ ആ സത്യസ്വരൂപം, ഒരിക്കലും മാറ്റമില്ലാതെ അഖണ്ഡമായിട്ടുള്ളത്, ചിത്ത് ജ്ഞാനസ്വരൂപം, സർവജ്ഞാനത്തിൻ്റെയും ഉറവിടം, സത്യത്തിൻ്റെ ഉറവിടം, സർവജ്ഞാനത്തിൻ്റെയും ഉറവിടം, സത്യമായിട്ടുള്ളത്, എന്നും നിലനിൽക്കുന്നത്, മാറ്റമില്ലാത്തത്, അതാണ് സത്ത്. ചിത്ത് ജ്ഞാനസ്വരൂപം, എവിടെയും ഈ ഭൂമിയിൽ എന്തെല്ലാം അറിവുകളുണ്ടോ അതിൻ്റെ എല്ലാം ഉറവിടം, അത് ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് ജനിച്ചിട്ടുള്ള, ഉത്ഭവിച്ചിട്ടുള്ള ജീവരാശികളിലേക്ക് ആ ജ്ഞാനം ഇങ്ങനെ ഒരു ഒഴുക്കായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവനവൻ ചെയ്യുന്ന ജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരിലേക്ക് കൂടുതൽ ജ്ഞാനം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു. ആ ജ്ഞാനത്തിൻ്റെ ഒഴുക്ക് സംഭവിച്ചിരിക്കുന്നു ഒരു തരംഗ രൂപത്തിൽ. ജ്ഞാനം അന്വേഷിക്കാതെ ഭൗതിക സുഖങ്ങളിൽ മാത്രം, ഈ ഭൗതികതയിൽ ഞാൻ നേടുന്നതാണ് യഥാർത്ഥ അറിവ് എന്ന് കരുതുന്നവർക്ക് ആ ജ്ഞാനം ലഭിക്കുന്നു. അതല്ല, യഥാർത്ഥത്തിൽ ഞാൻ ഉണ്ടായത് എവിടെ നിന്നാണ്, ആ യഥാർത്ഥ സത്തിൻ്റെ ജ്ഞാനം, ഈ പ്രപഞ്ച ജ്ഞാനം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ജ്ഞാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യസ്വരൂപനായിട്ടുള്ള സത്ത്, സർവജ്ഞാനത്തിൻ്റെയും ഭൂമിയിലെ മുഴുവൻ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ചിത്ത്, പിന്നീടോ ആനന്ദസ്വരൂപം, സർവദാ മറ്റൊന്നിൻ്റെയും ആവശ്യം, പുറത്തു നിന്നുള്ള ഒന്നിൻ്റെയും പ്രേരണയോ ആവശ്യമോ ഇല്ലാതെ സ്വയം ആനന്ദത്തെ തരുന്ന ആനന്ദസ്വരൂപം, അതാണ് സച്ചിദാനന്ദ സ്വരൂപം. സത്ത്, ചിത്ത്, ആനന്ദം. ഈ സച്ചിദാനന്ദ സ്വരൂപമാണ് നമ്മിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന ആ ഈശ്വരൻ, നമ്മിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന ആത്മാവ്. ആ ആനന്ദം നാം പൂർണ്ണമായി അനുഭവിക്കുവാൻ ചെയ്യേണ്ടത് എന്താണ്? ആ ജ്ഞാനത്തെ നാം തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത്. ജ്ഞാനത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മിലാണ് ഈ സച്ചിദാനന്ദ സ്വരൂപമായ സത്തും ചിത്തും ആനന്ദവും, സത്യസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ ആനന്ദസ്വരൂപനായ പരമാത്മ ചൈതന്യം നമ്മിൽ ഒരു മാറ്റവുമില്ലാതെ നിരന്തരമായി നിലകൊള്ളുന്നു എന്ന ആ തിരിച്ചറിവ് ആർക്കാണോ ഉണ്ടാകുന്നത് അവനാണ് യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നത്. ആ ആനന്ദം അനുഭവിക്കാൻ പുറത്തുനിന്ന് യാതൊന്നിൻ്റെയും ആവശ്യം ആ വ്യക്തിക്ക് വരുന്നില്ല. പിന്നീട് പുറത്തുനിന്ന് ലഭിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള ആനന്ദമോ, സമ്പത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ആനന്ദമോ, ഭൗതികമായ സാഹചര്യങ്ങളിലൂടെ ലഭിക്കുന്ന ആനന്ദമോ, ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദമോ, അങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളിലൂടെ ലഭിക്കുന്ന ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ആനന്ദമൊന്നും
ഭൗതികമായി നേടുന്ന ഒരു കാര്യത്തിലും കിട്ടുന്ന ആനന്ദം ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ ആനന്ദിപ്പിക്കുന്നില്ല. കാരണം ആനന്ദമെന്ന് പറഞ്ഞാൽ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപമായ ആ പരമാത്മ സവിധത്തിലെത്തുന്ന ആൾ ഒരു സമാധി അവസ്ഥയിലായി കഴിഞ്ഞാൽ, ആത്മസ്വരൂപത്തെ അറിയുന്ന ആ ആൾ ഒരു സമാധി അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ആനന്ദം ബ്രഹ്മദേവന്റെ ആനന്ദത്തിന് മുകളിലാണ്, ബ്രഹ്മാനന്ദത്തിന് മുകളിലാണ് ഈ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദം. ഒരു മനുഷ്യ ആനന്ദത്തിൻ്റെ ഒരു 100 കോടി മടങ്ങാണ് ബ്രഹ്മദേവന്റെ ആനന്ദം. മനുഷ്യന് ലഭിക്കുന്ന ആനന്ദത്തിൻ്റെ 100 കോടി മടങ്ങാണ് ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് മനുഷ്യന് ലഭിക്കുന്ന ആനന്ദം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നോ, നമുക്ക് കിട്ടുന്ന സ്നേഹത്തിൽ നിന്നോ, കരുതലിൽ നിന്നോ, അല്ലെ ഭൂമിയിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ നിന്നോ, ലക്ഷറിയസ് ആയിട്ടുള്ള വാഹനങ്ങളോ ഗൃഹങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ടോ ലഭിക്കുന്ന ആ ആനന്ദമല്ല മനുഷ്യാനന്ദം എന്ന് പറയുന്നത്. ഒരു പൂർണ്ണ ആരോഗ്യവാനായ യുവാവായ ഒരു രാജാവ് സർവ ആഡംബരങ്ങളോടും സർവ അഭീഷ്ടങ്ങളും സാധിച്ച് യുവത്വത്തോടുകൂടി സർവസന്നാഹങ്ങളോടും കൂടി ഒരു യുവരാജാവ് ആരാലും എതിർക്കപ്പെടാതെ ഒരൊറ്റ പ്രശ്നങ്ങൾ പോലും ഒരു ദിവസം പോലും മനസ്സിനെ അലട്ടാതെ സുഭക്ഷമായി സന്തോഷമായി സമൃദ്ധമായി അരോഗദൃഢഗാത്രനായി എല്ലാ ഭൂമിയിൽ കിട്ടുന്ന സർവ്വസുഖ ഭോഗങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ പൂർണ്ണ ആനന്ദം എന്ന് പറയുന്നത്. ഭൂമിയിൽ കിട്ടുന്ന ആനന്ദം. ആ ആനന്ദം നമുക്ക് ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഒരുപാട് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന് ആനന്ദം ലഭിക്കുന്നുണ്ടോ? ഏറ്റവും ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് ആ ആനന്ദം ലഭിക്കുന്നുണ്ടോ? ഉണ്ടോ? മനുഷ്യന് ലഭിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ആനന്ദമാണ്. ആ ആനന്ദത്തിൻ്റെ 100 കോടി മടങ്ങാണ് ബ്രഹ്മദേവന്റെ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. എന്നാൽ സമാധിയിലിരിക്കുന്ന യോഗിക്ക് ലഭിക്കുന്ന ആനന്ദത്തിന്റെ 2 തുള്ളി മാത്രമാണ് ഈ ബ്രഹ്മാനന്ദം, അതായത് ബ്രഹ്മദേവൻ അനുഭവിക്കുന്ന ആനന്ദം. സമാധിയിൽ, അതായത് എന്നിലിരിക്കുന്ന ഈ ആത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അനാദിയിൽ ഉണ്ടായ ആ സത്തെന്ന് പറയുന്ന ബ്രഹ്മചൈതന്യം. ഞാനും ആ ബ്രഹ്മചൈതന്യവും കൂടി ഒന്നിച്ച് ലയിക്കുന്ന ഈ സൂക്ഷ്മമായ അനുഭവം, ആ ആനന്ദം, പരമാനന്ദം, അതാണ് ബ്രഹ്മാനന്ദത്തിന് ഉപരിയായ ആത്മാരാമന്മാരായിട്ടിരിക്കുന്ന ആ ആത്മാവിൽ രമിക്കുന്ന ആ സമാധിയിലിരിക്കുന്ന ആ ആത്മാരാമന്മാരുടെ ആ ആനന്ദം ബ്രഹ്മാവിൻ്റെ ആനന്ദത്തിനേക്കാൾ എത്രയോ വലുതാണ്. ഈ സമാധി അവസ്ഥയിൽ പൂർണ്ണമായി ലയിച്ച് സന്തോഷ അശ്രുക്കൾ ചൊരിഞ്ഞിരിക്കുന്ന ആ യോഗീശ്വരന്മാരുടെ ആനന്ദത്തിൽ നിന്ന് 2 തുള്ളി മാത്രമാണെന്ന് ബ്രഹ്മാവിന് ലഭിക്കുന്ന ബ്രഹ്മാനന്ദം. അതുകൊണ്ടാണ് യോഗിമാരൊക്കെ യോഗ അവസ്ഥയിൽ യോഗനിദ്രയിലേക്ക് പോയി, ശിവഭഗവാനും വിഷ്ണുദേവനും എല്ലാം യോഗനിദ്രയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവർ ആനന്ദത്തിലേക്ക്, ആനന്ദസാഗരത്തിലേക്ക് സ്വയം മറന്നു പോവുകയാണ്. അപ്പോൾ അവർക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള യോഗീശ്വരന്മാരുടെയൊക്കെ ആനന്ദത്തിൻ്റെ ആ പരമമായ മൂർധന്യാവസ്ഥയിൽ ആനന്ദ കണ്ണുനീർ ഇങ്ങനെ ചൊരിയുമ്പോൾ അത് തേൻ പോലെ മധുരമാണെന്നാണ് പറയുന്നത്. അത് അങ്ങനെ ബ്രഹ്മസമാധിയിൽ ലയിച്ചിരിക്കുന്ന മഹർഷീശ്വരന്മാരുടെ കണ്ണുകളിലൂടെ ഒഴുകുന്ന ആ ആനന്ദ തുള്ളികൾ കുരുവികളൊക്കെ വന്ന് കുടിക്കുമെന്നാണ് പറയുന്നത്. മധുരം, തേൻ കനിയുന്ന മധുരമാണത്. ആ ജലം കുരുവികൾ വന്ന് കുടിക്കാറുണ്ടെന്ന്. അപ്പോൾ ആ ബ്രഹ്മാനന്ദത്തിന് മുകളിലുള്ള പരമാനന്ദം അത് ലഭിക്കുവാൻ പുറമേ വേണ്ടുന്ന ഒരു സാഹചര്യങ്ങളും വേണ്ട. അതാണ് യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണ് നമ്മിൽ ഓരോരുത്തരിലും ആത്മാവായിരിക്കുന്നത്. നമുക്കും ആ പൂർണ്ണമായ ആനന്ദം ലഭിക്കാം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കിട്ടുന്ന, ധ്യാനാവസ്ഥയിൽ കിട്ടുന്ന ആനന്ദമല്ലത്. അത് മനസ്സിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിടുവാനുള്ള ശ്രമമാണ് ധ്യാനം. ഈ യോഗീശ്വരന്മാരുടെ
ആ പരമാനന്ദ നിർവൃതിയല്ലത്. അത് ലഭിക്കുവാൻ നമ്മിൽ തന്നെ ഇരിക്കുന്ന ഈ ആനന്ദം, നമ്മിൽ തന്നെ ഇരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയുവാൻ നാം ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കാരുണ്യമുള്ള ഒരു ഗുരുവിനെ സമീപിച്ചാൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മിൽ തന്നെ, അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ സമീപിച്ചപ്പോൾ ഈശ്വരനുണ്ടോ എന്ന് നരേന്ദ്രൻ എന്ന കുട്ടി ചോദിക്കുമ്പോൾ ഈശ്വരനുണ്ട്, ഞാനതിനെ അനുഭവിച്ചു, നിന്നെയും ഞാൻ അനുഭവിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ ബ്രഹ്മസമാധിയിലേക്ക് ലയിപ്പിക്കുന്ന ആ വിവേകാനന്ദ സ്വാമി പിന്നീട് അദ്ദേഹം സ്വയം ആ ഗുരുവിൻ്റെ സഹായത്തോടെ നേടിയ ആ ജ്ഞാനം സ്വയം ആർജിക്കുകയാണ് ചെയ്തത്. അതുപോലെയുള്ള ആ ഒരു അവസ്ഥയിലുള്ള ഗുരുക്കന്മാരെ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ബ്രഹ്മാനന്ദമല്ല, പരമാനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ആ പരികൽപ്പ സമാധിയിൽ, അതായത് നിർവികൽപ്പ സമാധി, ആ നിർവികൽപ്പ സമാധിയിലാണ് ഇങ്ങനെയുള്ള ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ മുന്നോട്ട് വെച്ച് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ, അതാണ് നാമം ജപിക്കുകയാണ് അതിൻ്റെ തുടക്കം. നാമം ജപിക്കാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം അഴുക്കുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അതാണ് നാമം ജപിക്കാനിരിക്കുമ്പോൾ ധാരാളം ചിന്തകൾ കടന്നു വരുമെന്ന് എല്ലാവരും പറയും. കാരണം എന്താണ്? നാം ഒരേ വശത്തേക്ക്, അതായത് ഒരിടത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ വരുമ്പോൾ അനേകം ഇതുവരെയും നമ്മെ നിയന്ത്രിച്ചിരുന്ന, നമ്മെ ഭരിച്ചിരുന്ന അനേകം ചിന്തകളാണ് നമ്മുടെ പിറകെ വന്ന് നമ്മൾ അതിനെയെല്ലാം കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ പിറകെ വരും. അപ്പോഴാണ് നമ്മൾ ശരിക്കും അറിയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നാമജപം തുടങ്ങിയാലും നമ്മൾ ധാരാളം ചിന്തകൾ ഇളകി വരും. നമ്മൾ ആ ചിന്തകളെയൊക്കെ പുറംകാലുകൾ കൊണ്ട് അടിച്ചു കളഞ്ഞ് ശ്രദ്ധ കൊടുക്കാതെ വീണ്ടും നമ്മുടെ മനസ്സിനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തന്നെ കെട്ടിയിട്ട് പോവുകയാണെങ്കിൽ ഈ ചിന്തകൾ കുറച്ചൊക്കെ നമ്മളുടെ പിന്നാലെ വരികയുള്ളൂ. കുറച്ച് വന്നു കഴിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കൂടെ കൂട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അത് എവിടെയായിട്ട് അങ്ങ് വീണ് പോകും. അങ്ങനെ ഓർമ്മയായ കാലം മുതൽ നമ്മെ ഭരിച്ചുകൊണ്ടിരുന്ന, നമ്മെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന, നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ധാരാളം കാര്യങ്ങൾ അവിടെയായിട്ട് വിട്ടു പോയി അവസാനമായി വരുമ്പോൾ അന്നത്തേക്ക് മാത്രമുള്ള ചിന്തകൾ വരും. ഇന്ന് ആരോട് സംസാരിച്ചു, ഇന്ന് ആരൊക്കെയായിട്ട് സഹകരിച്ചു, ആ ചിന്തകളും സംസാരങ്ങളും മാത്രമായിരിക്കും പിന്നെ നമ്മുടെ ഉള്ളിൽ. ബാക്കിയുള്ളതെല്ലാം കഴുകിക്കളയും നമ്മൾ. അതും നമുക്ക് ഈ അന്നത്തേക്കുള്ള കാര്യങ്ങളും കഴുകിക്കളയാം. എങ്ങനെയാണ്? അതും നമ്മുടെ മനസ്സിനെ സ്പർശിക്കാതിരുന്നാൽ. എങ്ങനെയാണ് മനസ്സിനെ സ്പർശിക്കാതിരിക്കുന്നത്? ഈ ബന്ധങ്ങളിലൂടെ ഒരാളെയും മനസ്സിൽ സ്പർശിക്കാൻ അനുവാദം കൊടുക്കാതിരുന്നാൽ ഈ സംസാരിക്കുന്നതും സഹകരിക്കുന്നതും ഒന്നും നമ്മുടെ മനസ്സിനെ സ്പർശിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് ആത്മീയതയിലൂടെ തന്നെ സഞ്ചരിക്കണം. നമുക്ക് നമ്മളെ വ്രണപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനും വേദനിപ്പിക്കുവാനും എല്ലാം നമ്മുടെ കൂടെ തന്നെ ബന്ധനങ്ങളും ഉണ്ടെങ്കിലും ഇതൊന്നും നമ്മുടെ മനസ്സിനെ സ്പർശിക്കാതെ അതാത് കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് മനസ്സിലേക്ക് ഇതൊന്നും എടുത്തു വയ്ക്കാതെ നിത്യേന കടന്നു പോകുന്ന വ്യക്തികളുടെ ഉള്ളിൽ ആ ദിവസത്തെ പ്രശ്നങ്ങളും ക്രമേണ കെട്ടടങ്ങി പോകും. അങ്ങനെ നമുക്ക് ക്രമേണ ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കും. ശ്രമിക്കുകയാണ് വേണ്ടത്. കഠിനമായ ശ്രമം നടത്തിയാൽ കൈക്കുമ്പിളിലാക്കാം എല്ലാം. അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ശ്രദ്ധിക്കുക.
വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേൾക്കുക. ജീവിതത്തിന് മാറ്റം വരുത്തുന്ന, മനസ്സിന് ഉയർച്ച വരുത്തുന്ന ചിന്തകൾ, പുതുവർഷത്തിൽ പുതിയ പുതിയ ചിന്തകളുമായി ജീവിതത്തെ സമീപിക്കുക. നെട്ടോട്ടമോടി അലഞ്ഞ മനസ്സിന് ശാന്തത കൊടുക്കുവാൻ, സമാധാനം കൊടുക്കുവാൻ, സ്വസ്ഥത കൊടുക്കുവാൻ എൻ്റെ വാക്കുകൾ പ്രയോജനപ്പെടുന്നെങ്കിൽ അതുതന്നെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന നിവേദ്യമായി കരുതുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.